ഹലോ. ഹലോ. എന്താടോ? ഒന്നുമില്ല. പിണക്കത്തില? എത്ര നേരം എവിടെയായിരുന്നു? സോറിടോ, കുറച്ച് ലേറ്റായി പോയി. കുറച്ച് ദിവസമായിട്ട് തിരക്ക് ഇത്തിരി കൂടുണ്ട്. പണിയൊക്കെ ഉള്ളതല്ലേ, അപ്പോൾ ഇപ്പോൾ ഒരുപോലെ ഒന്നും ആവില്ലല്ലോ. ആവൂല. അതിൻ്റെ പിണക്കത്തില? ചെറുതായിട്ടൊക്കെ. പിണങ്ങിയാലും എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. അതെനിക്കറിയാം, നിങ്ങൾക്ക് എന്നെ ഇഷ്ടമല്ലല്ലോ. അല്ല, ഒരാൾക്ക് വേണ്ടി മാത്രമല്ലല്ലോ ചെയ്യണത് ഞാൻ. പിന്നെ രണ്ടുപേർക്കും വേണ്ടിയിട്ടല്ലേ. അങ്ങനെ നമുക്ക് വേണ്ടിയിട്ടല്ലേ ചെയ്യണേ. അപ്പോൾ പിന്നെ ഇപ്പോൾ കുറച്ച് നേരം പിണങ്ങിയിരുന്നാലും കുറേ കഴിയുമ്പോൾ സന്തോഷിക്കുള്ളതൊക്കെ ഉണ്ടാവും. പിന്നെ ഒരുപാടുണ്ടാവും ഇങ്ങനെ വെച്ചാൽ. നീ എല്ലാം നെഗറ്റീവായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് നിൻ്റെ കണ്ണിലെല്ലാം നെഗറ്റീവാണ്. അതിപ്പോൾ ഞാൻ പോസിറ്റീവ് ആകാൻ നോക്കിയാലൊന്നും നടക്കത്തില്ല. അതൊക്കെ നിൻ്റെ മൈൻഡ്. ഓക്കെ. ഞാൻ കുറച്ച് പണി കൂടുതലായിപ്പോയി, അപ്പോൾ വിളിക്കാനൊന്നും പറ്റിയില്ല. മെസ്സേജ് അയച്ചൂടെ? ഒന്നും ഫോൺ എടുക്കാൻ പറ്റിയാലല്ലേ വിളിക്കാനും മെസ്സേജ് അയക്കാനും പറ്റുള്ളൂ. ആയിക്കോട്ടെ, ഇന്നത്തേക്ക് ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഇന്നത്തേക്കെന്നല്ല, എന്നത്തേക്കും ഇങ്ങനെ തന്നെ ക്ഷമിക്കണം. എൻ്റെ സ്വഭാവമാണോ? അല്ലെങ്കിൽ നമുക്കിനി ഒരു കാര്യം ചെയ്യാം. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. ഇനി തൊട്ടിക്ക് എനിക്ക് പകരം എൻ്റെ പണി നീ ചെയ്യണം, പകരം നിൻ്റെ പണി ഞാൻ ചെയ്യാം. ഓക്കെ? വേണ്ട. അപ്പം നിനക്ക് കുഴപ്പമില്ലല്ലോ, നിനക്ക് ആ പണിയുടെ ഇടയ്ക്ക് മെസ്സേജ് അയക്കാൻ പറ്റുമല്ലോ. വേണ്ട വേണ്ട, ഞാൻ ഇവിടുത്തെ പണി ചെയ്തോണ്ട്. മാത്രം മെസ്സേജ് അയച്ചാൽ മതി കേട്ടാ. അതല്ല എൻ്റെ പൊന്നാരമോളെ, കുറച്ച് മുന്നേ മലയാളത്തിലെ അക്ഷരങ്ങളൊന്നും മാറിപ്പോയിട്ടില്ലല്ലോ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ. എന്തെങ്കിലും അക്ഷരം ഇംഗ്ലീഷ് പറഞ്ഞുതരോ? ഇംഗ്ലീഷിൽ പറഞ്ഞുതരാം, എനക്കും കൂടി അത് മനസ്സിലാവണ്ടേ. എനിക്ക് മനസ്സിലാവുന്നേ, പറയ്. എനിക്കെല്ലാതും മനസ്സിലാവും. പിന്നെ എനിക്ക് എല്ലാതും അറിയാം. എല്ലാതും? എനിക്ക് എല്ലാതും അറിയാം. നിങ്ങൾ ഇന്നെ പഠിപ്പിക്കാൻ വരേണ്ട. അതെനിക്കറിയാം, ഞാൻ പഠിപ്പിച്ച ഈ പഠിപ്പിക്കില്ല. എനക്ക് പറഞ്ഞു തരും ഇങ്ങോട്ട്. അതെ, ഞാനൊരു കാര്യം പറയാം. നിങ്ങൾ പഠിച്ചത് നിങ്ങൾ അങ്ങോട്ട് വെച്ചിരുന്നാൽ മതി, ഞാൻ പഠിച്ചത് എൻ്റെ കയ്യിലുണ്ട് കേട്ടാ. എന്നെ പഠിപ്പിക്കണ്ട. ഇങ്ങനെ എനിക്ക് ഇങ്ങോട്ടേക്ക് തിരിച്ച് മറുപടി തരാനല്ലേ ഈ അവിടെ ഇരിക്കണം. അത് ഞാൻ ശരിക്കും വിളിക്കണമെന്നൊക്കെ വിചാരിച്ചതാ. പിന്നെ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ അറിയാമല്ലോ, എപ്പോഴും ഒരേ കണക്കൊന്നും ആവില്ലല്ലോ എല്ലാ കാര്യങ്ങളും. മനസ്സിലൊന്നും വെച്ച് സംസാരിച്ചതല്ല. ആയിക്കോട്ടെ, നിങ്ങൾ ഇവിടെ വരട്ടെ, എന്നിട്ട് ഞാൻ കാണിച്ചു തരാം. അതൊന്നും കുഴപ്പമില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ തിരിഞ്ഞു പോകുന്നതിനകത്ത് സഹിക്കാനും ക്ഷമിക്കാനും ഒന്നും എൻ്റെ പെണ്ണിന് പറ്റിയിട്ടില്ലെങ്കിൽ എൻ്റെ പെണ്ണ് പോണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഞാൻ കരുതും. അല്ല, എനക്കിങ്ങനെ എൻ്റെ മെസ്സേജ് കണ്ടില്ലെങ്കിൽ ഉറക്കം പറ്റില്ലല്ലോ. അല്ല മോളെ, ശരിക്കും ഒരു കാര്യം ചോദിക്കട്ടെ? ഇന്നലെ ഉറങ്ങാണ്ടിരുന്ന എന്തിനാ? അത് എന്നോടുള്ള ദേഷ്യമല്ലേ? അത് സ്നേഹം കൂടിയുണ്ടല്ലേ അത്ര ദേഷ്യം വന്നത്? അങ്ങനെയല്ലേ? അതെനിക്കറിയാം. എന്നോടുള്ള ദേഷ്യം എന്തുണ്ടെങ്കിലും അത് എന്നോട് തന്നെ തീർക്കാം കേട്ടോ. നിന്നിലത് നീ ഒരിക്കലും തീർക്കാൻ ശ്രമിക്കരുത്. നിന്നിലെന്തെങ്കിലും പറ്റിയാൽ അതും സഹിക്കണ്ട ഞാനാ. അത് എനിക്ക് വരുന്നതിനെക്കാട്ടിയും വലുതായിരിക്കും ആ വേദന എനിക്ക്. അതുകൊണ്ട് നിന്നിൽ എന്ത് ദേഷ്യം ഉണ്ടെങ്കിൽ എന്നിൽ എന്ത് പറഞ്ഞ് തീർത്തോ, എങ്ങനെ വേണമെങ്കിലും എന്നിൽ തീർക്കാൻ നിനക്ക്, അതിനകത്തൊരു പ്രശ്നമില്ല. പക്ഷേ അതൊരിക്കലും നിന്നിൽ നീ തീർക്കാൻ ശ്രമിക്കരുത്, കാരണം അത് സഹിക്കാനുള്ള മനസ്സ് അത്രയൊന്നും എനിക്കില്ല. കേട്ടോ? എന്നോട് സ്നേഹം ഇല്ലാത്തതുകൊണ്ടല്ലോ ഇപ്പം ഇങ്ങനെ പറഞ്ഞത്. അത്രക്ക് സ്നേഹം കൂടുതലായോണ്ടല്ലേ? അല്ല, കാര്യങ്ങൾ പറഞ്ഞാലപ്പോൾ മനസ്സിലാവുമല്ലോ. അത് തന്നെയാണ് ഏറ്റവും വലിയ ഭാഗ്യം. എന്താടോ പറയാൻ വാക്കൊന്നുമില്ലേ? അങ്ങനെയൊക്കെ പറഞ്ഞപ്പേ എനിക്ക് നിങ്ങളോടുള്ള ഇഷ്ടം കൂടി പോവാ. എനിക്ക് അതിൻ്റെ ഒപ്പറുണ്ട്. പക്ഷെ എപ്പോഴും നമ്മളത് പ്രകടിപ്പിച്ചാലേ പിന്നെ ആ സ്നേഹത്തിനൊരു വില ഉണ്ടാവില്ല. പ്രകടിപ്പിച്ചില്ലെങ്കിൽ അത് കൂടി കൂടി കുന്നോളം വരുത്തതേ ഉള്ളൂ. ഒരു കുന്നുകുരുവേ
ആദ്യം വളരെ ചെറുതായിട്ടൊരു പൂവായിട്ടല്ലേ വരണേ, ഉം. പിന്നീട് അതിൽ നിന്ന് എത്ര കുന്നിക്കുരു വരുമെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അതുപോലെ തന്നെയാണ് സ്നേഹവും. ചെറുതായിട്ട് വരുന്ന സ്നേഹങ്ങൾ മനസ്സിനുള്ളിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നീട് അത് വലുതായി വരും. ഓഹോ. കുറച്ച് പുറത്ത് കാണിക്കണം, കുറച്ച് ഉള്ളിൽ കുറച്ചില്ല, ഇത്തിരി കൂടുതൽ കാണിക്കണം. ഇത്തിരി കൂടുതൽ കാണിച്ച ഈ എൻ്റെ തലമേൽ കയറി